വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വണ്ടി കഴുകിയിട്ടുണ്ടായിരുന്നില്ല. വണ്ടി ഫുൾ ചെളി മയമാണ്. അങ്ങനെ ഇന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ സ്കൈ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു വണ്ടി ഒന്ന് കഴുകിയേക്കാം. പിന്നെ തിരിച്ച് ഞാൻ ബാംഗ്ലൂർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ നാളെ രാവിലെ പോകുന്നതായിരിക്കും. അപ്പോൾ 2 ബ്രേക്സ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഫുൾ ചെടിയിലൂടെയാണ് അവസാനത്തെ ഒരു 70 കിലോമീറ്റർ ഞാൻ ഫുൾ ട്രാവൽ ചെയ്ത് വന്നത്. പിന്നെ 1-2 അല്ലറ പണികളുണ്ട് വണ്ടിയിൽ. അതൊന്ന് വീഡിയോയിൽ നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യാനായിട്ട് പോകാം. വാഷ് ചെയ്യാൻ ഞാൻ പോകുന്നത് ഇവിടെ ചിറ്റൂർ റോഡിലാണ്. കൊച്ചിയിലുള്ളവർക്ക് അറിയായിരിക്കും, ഓട്ടോ ബ്ലിങ് എന്നാണ് കാർ വാഷിൻ്റെ പേര്. ഞാൻ എൻ്റെ എല്ലാ വണ്ടിയും അവിടെയാണ് വാഷ് ചെയ്യാൻ കൊടുക്കാറ്. ഞാനിപ്പോൾ കൊച്ചിയിലില്ലാത്തത് കൊണ്ടും ബാംഗ്ലൂർ ആയതുകൊണ്ടും വേറെ പുതിയ വാഷിംഗ് സെൻറ്റേഴ്സിൽ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നേരെ കാർ വാഷ് വെച്ച് പിടിക്കാം. അങ്ങനെ നമ്മൾ കാർ വാഷ് എത്തിയിരിക്കുകയാണ്. അവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, അങ്ങനെ വണ്ടി ഫുൾ ക്ലീൻ. താക്കോൽ വണ്ടി വരും കോട്ടേട്ടാ. അപ്പം ഇനി വരുമ്പോൾ കാണാം. എന്താ വണ്ടി, എന്തായിരുന്നു കണ്ടീഷൻ? സൂപ്പർ, ബ്ലിങ്. അങ്ങനെ ബൈക്ക് കഴുകി ഇറക്കി. ഇനി നേരെ എൻ്റെ ബ്രേക്ക് 2 അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. ചെയിനൊന്ന് ലൂബ് ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പണിയും കൂടിയുണ്ട്. ഒന്നുമില്ല, ഒരു ചെറിയ സ്റ്റിക്കർ വർക്കാണ്. അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ ഗറാജിലേക്ക് വെച്ച് പിടിക്കാം. नाइट्रोजन കൂടി ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തിട്ട് भैया नाइट्रोजन टॉप अप करना। हाँ भैया 32 कर दो वो। हाँ सेट कर दूँ। पीछे का 33 സ്റ്റോക്ക് പറയുന്നത് 29 ആണ് ഫ്രണ്ട്. പക്ഷേ ഇത് കുറച്ച് ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സ് ആയതുകൊണ്ട് കുറച്ച് കൂള് കിടക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ മാസത്തിലൊരിക്കലൊക്കെ ചെക്ക് ചെയ്യാറുള്ളൂ. ഇതിപ്പോൾ ലോങ് കഴിഞ്ഞ് വന്നുകൊണ്ട് വല്ല പഞ്ചറൊക്കെ ഉണ്ടോയെന്ന് അറിയാനുള്ള വഴി ഇതാണ്. താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഞാൻ ഒരാഴ്ച മുന്നെയാണ് എയർ ചെക്ക് ചെയ്തത്. പക്ഷെ ലോങ് വന്നതുകൊണ്ട് എന്തെങ്കിലും പഞ്ചറൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എയർ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം. ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സകലമാന വണ്ടിപ്രാന്തും കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഈ നേരെ നിൽക്കുന്ന വൈറ്റ് ടീ-ഷർട്ട് ഇട്ടിട്ട് ഫുള്ള് ഫാദറാണ് ഈ കാണുന്നത്, ശിവൻ ചേട്ടൻ. നമസ്കാരം. ശരി. ഓക്കെ. എനിക്കൊരു സ്റ്റിക്കർ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ പോകുന്നത് ചുള്ളിക്കലിക്കാണ്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാനൊരു സൺ ഫിലിമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിനിൽ എന്നാണ് പേര്, ഞാൻ ബിനിലേട്ടൻ എന്നാണ് വിളിക്കുക. പുള്ളിനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ വണ്ടിയുടെ ഗ്രാഫിക് ഡിസൈനിങ് ആയിട്ടാണ്. എനിക്കൊരു അപ്പാച്ചെ RTR ഉണ്ടായിരുന്നു. അതൊരു മഞ്ഞ കളറായിരുന്നു. ഞാൻ 2007 എടുത്തപ്പോൾ RTR 160. എനിക്കെന്തോ അതിൻ്റെ മഞ്ഞ കളർ ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് പേൾ വൈറ്റ് ആക്കി. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു വണ്ടി കാണാനായിട്ട്. അപ്പോൾ വണ്ടി പേൾ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അപ്പാച്ചെ RTRന് സെൻട്രൽ ടാങ്കിൻ്റെ സൈഡിൽ സ്ട്രൈപ്സ് വരുന്നുണ്ട്. ആ സ്ട്രൈപ്സ് സൈഡിൽ, ടാങ്കിൻ്റെ സൈഡിൽ അപ്പാച്ചെ എന്ന് എഴുതുന്നത്, ബാക്കിൽ RTR 160. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ ഒരു പെർഫെക്ഷൻ എനിക്കതിൽ കിട്ടുന്നുള്ളത്. അതായത് കമ്പനി സ്റ്റിക്കേഴ്സ് എങ്ങനെയാണോ വരുന്നത് ആ ഒരു പെർഫെക്ഷനിലോടുകൂടി പുള്ളി എനിക്ക് ചെയ്തു തന്നെ. അന്ന് മുതൽ ഞാൻ പുള്ളിയുടെ ഭയങ്കര വലിയ ഫാനായി. പിന്നെ പുള്ളിക്ക് ഈ കാറിൻ്റെ ടിൻറ്റിങ് വർക്ക്സും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ASUSൻ്റെ ഹാൻഡ് ഗാർഡ്സ് കണ്ടില്ലേ, അതിൻ്റെ സ്റ്റിക്കർ പറഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മൾ ഒറിജിനലല്ല, അത് ഫസ്റ്റ് കോപ്പിയാണ്. കാണുന്ന എല്ലാവർക്കും അറിയാം അത് ഫസ്റ്റ് കോപ്പിയാണെന്നുള്ളത്. ASUSൻ്റെ എക്സ് ഫാക്ടറി എന്ന് പറഞ്ഞ മോഡലാണ് എനിക്ക് വാങ്ങിക്കാൻ താല്പര്യം. പക്ഷേ അതിന് ഓൾമോസ്റ്റ് 8000 രൂപ വിലയുണ്ട്. അതിപ്പോൾ എനിക്ക് ചിലവാക്കാൻ താല്പര്യമില്ല. എൻ്റെ അടുത്ത ബഡ്ജറ്റ് എനിക്കൊരു ഫ്യൂൽ എക്സ് പ്രോ വാങ്ങി വയ്ക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പൊളിഞ്ഞു പോയ സ്റ്റിക്കർ നമ്മൾ അതേപടി കട്ട് ചെയ്തെടുത്തിട്ട് അത് വീണ്ടും ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ചുള്ളിക്കൽ ആതിര ഡിസൈൻസ് എന്നാണ് പുള്ളിയുടെ കടയുടെ പേര്, അങ്ങോട്ടേക്ക് പിടിക്കാം. അപ്പോൾ ഇന്ന് വെതർ അനുകൂലമായതുകൊണ്ട് എല്ലാ പരിപാടിയും തീർത്തിട്ട് ഒന്നല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ നാളെ രാവിലെ ബാംഗ്ലൂർക്ക് വിടാമെന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. ജസ്റ്റ് ബ്രേക്ക് കൂടി ക്ലീൻ ചെയ്യാനായിട്ട് തിരിച്ച് ഗറാജിൽ കൊണ്ടു കൊടുത്താൽ മതി. ഓ, ചെയിൻ ലൂബ് ചെയ്തപ്പോൾ എന്തൊരു സമാധാനം. ഒരു ചെറിയൊരു പിടുത്തം ഉണ്ടായിരുന്നു, അതങ്ങ് ഫ്രീ ആയി. കൊച്ചിയിലുള്ളവർക്കറിയാം, ഇതാണ് നമ്മുടെ ഹാർബർ പാലം. 1937 പണിഞ്ഞ പാലമാണെന്ന് ഓർക്കണം. ഇപ്പോഴും ഒരു കുലുക്കമില്ല എന്നുള്ളതാണ്. ഐ മീൻ
പ്രോപ്പർ മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഇത് കൊച്ചിക്ക് ഒരു അഭിമാനമെന്ന് പറയാവുന്ന ഒരു പാലം തന്നെയാണത്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ഫുള്ള് മരമായിരുന്നു. ഞാൻ ഡെയിലി ഈ വഴിയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ പാലത്തിൻ്റെ സെൻറ്ററിൽ ഫുള്ള് മരത്തിൻ്റെയും പ്ലേറ്റിൻ്റെയും ഒക്കെ ഗ്യാപ്പിൽ കൂടെ താഴെ വെള്ളം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓർക്കും ദൈവം ഇത് എന്നാണ് അവ പൊളിഞ്ഞ് താഴെ പോകാൻ പോകണമെന്നുള്ളത്. പിന്നീട് എനിക്ക് ഓർമ്മയില്ല, ഏതോ കൊല്ലം ഒരു ഫുള്ള് ക്ലോസ് ചെയ്തു ഈ പാലത്തേക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ കംപ്ലീറ്റ് ടാർ ചെയ്തു. വലിയ വണ്ടിക്ക് എൻട്രി ഇല്ല. അതുകൊണ്ടോ ഇത് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടോ. ബസ്, ട്രെയിലർ, അങ്ങനത്തെ വലിയ വലിയ വണ്ടികൾക്കൊന്നും എൻട്രൻസ് ഇല്ല. കാറ്, 2 വീലറൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചുള്ളിക്കലെത്തി. ഇവിടെ ആകെ മാറിപ്പോയല്ലോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്. ഒടുക്കത്തെ മഴ. എന്താണ് നമ്മൾ ചെയ്ത സാധനം? കേട്ടോ, നൈസ്. ഇറങ്ങട്ടെ പിന്നേട്ടോ. ഇനി വരാൻ പറഞ്ഞാൽ 1.5 ആഴ്ച ഞാൻ വരും. പറ്റുമെങ്കിൽ കാണാം. കേട്ടെ. ഈ കാണുന്നതാണ് ആദ്യ ഡിസൈൻസ്. മിസ്റ്റർ ഓണർ, ടാറ്റ. ആ ഒരു ചെറിയ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഇനി ഇവിടെ വന്നാൽ പൊതുവെ പോസ്റ്റ് മയമാണ്. ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല. മഴയൊക്കെ ഉണ്ട്, ആൾക്കാർ അടങ്ങി വീട്ടിലിരിക്കാവുന്നതുകൊണ്ട്. ഇപ്പോൾ ഇതേ വീണ്ടും മൂടിക്കെട്ടുന്നുണ്ട്. മഴ പെയ്യുന്നതിന് മുന്നേ അനീഷേട്ടൻ്റെ അടുത്ത് എത്താൻ നോക്കട്ടെ. അതാകുമ്പോൾ ബ്രേക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പോരാ. ആഹാ, അങ്ങനെ നമ്മൾ ബ്രേക്ക് 2 ആഴ്ച ക്ലീൻ ചെയ്തു, ചെയിനൊക്കെ ലൂബ് ചെയ്ത് അടിപൊളി. വണ്ടി ഒരു സർവീസ് കഴിഞ്ഞൊരു ഫീല്. എനിക്ക് എപ്പോഴും എൻ്റെ വണ്ടി ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനക്കേടാണ്. ഈ ബാംഗ്ലൂർ വന്ന് കിടക്കുമ്പോൾ എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ് അനീഷേട്ടൻ്റെ ശിവ ഓട്ടോ ഗറാജ് എന്ന് പറഞ്ഞ ഗറാജ്. ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ച കാലം തുടങ്ങി എൻ്റെ എല്ലാ ബൈക്കും നോക്കുന്നതും എൻ്റെ എല്ലാ പ്രാന്തും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഈ മനുഷ്യനാണ്. ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വണ്ടി റിലേറ്റഡ്, എൻ്റെ ബൈക്ക് റിലേറ്റഡ് ഈ ഒരു ഗറാജ് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണും അങ്ങനെ ഒരു ഗറാജ്. ഇപ്പോൾ പിന്നെ പൊതുവേ എല്ലാവരും ഓത്തറൈസ് സർവീസ് സെൻ്ററിൽ സർവീസ് ചെയ്യലൊക്കെയാണ്. കാരണം വണ്ടിക്ക് 5-10 കൊല്ലം വാറണ്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെ വണ്ടി എടുക്കുമ്പോൾ അങ്ങനെ 5-10 കൊല്ലം വാറണ്ടി ഒന്നുമില്ല. ഇപ്പോൾ ഹൈനസിന് ഇപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് 5-10 കൊല്ലമൊക്കെ വാറണ്ടി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഒരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.